നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ശരി ശരി. ആ അതെ അതെ, ഇറങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോ വരും. ആ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു 5 മിനിറ്റ്. പ്രസാദേട്ടാ, ദത്തൻ സാറിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നേ? അതെ. ഓ, ഞാൻ വിചാരിച്ചു മറന്നൂന്ന്. ദത്തൻ സാറിന്റെ വൈഫ് ഇന്നലെ വിളിച്ചിരുന്നു രാത്രി. ഇന്ന് തന്നെ ചടങ്ങുകൾക്കെല്ലാം വേണ്ട വസ്ത്രങ്ങളുടെ മെഷർമെന്റ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഡിസൈനും എല്ലാം തരാമെന്ന് പറഞ്ഞു. കല്യാണത്തിനും റിസപ്ഷനും മെഹന്തി ചടങ്ങിനും എല്ലാം വെവ്വേറെ ഡിസൈൻസാ വേണ്ടത്. ഇന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസും തരികയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവുമല്ലോ. ഇപ്പൊ തന്നെ സമയം പോയി. വാ പോവാം. വേണ്ട, ഞാൻ തനിച്ചു വയ്ക്കോളാം. താൻ ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നമ്മള് രണ്ടുപേരും കൂടി പങ്കിട്ട് ചെയ്യേണ്ട ജോലിയല്ലേ. എന്റെ ഭാഗം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പുഷ്പൻ ചേട്ടനും കൂടെ വന്നോളൂ. പുഷ്പൻ ചേട്ടാ. പുഷ്പൻ ചേട്ടന് അതിനെന്തറിയാം? ഡ്രസ്സിന്റെയും മേക്കപ്പിന്റെയും മറ്റൊരുക്കങ്ങളുടെയും കാര്യങ്ങള് ഞാൻ നോക്കുന്നതല്ലേ നല്ലത്. എങ്കിൽ പിന്നെ പ്രസാദേട്ടന് ധൈര്യമായിട്ട് ഇവന്റിന്റെ കാര്യങ്ങൾക്ക് ഓടി നടക്കാമല്ലോ. വാ പോവാം. വേണ്ട, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? അതോ ചെവിക്കകത്ത് ഈ ഉരുക്കി ഒഴിച്ചിരിക്കാണോ? ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാലും തലക്കകത്ത് കേറില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അല്ല, എന്താ നിന്റെ വിചാരം? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രസാദ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതെന്നാണോ? നീ വരുന്നതിന് മുമ്പും വൃത്തിയായും വെടുപ്പായും പല ഇവന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. നീ ഇല്ലെങ്കിലും എനിക്കെല്ലാം ചെയ്യാൻ അറിയാം. പുഷ്പൻ ചേട്ടാ. പ്രസാദ് എന്നെ വിളിച്ചായിരുന്നോ? എത്ര തവണ വിളിക്കണം? മനുഷ്യൻ ഇവിടെ നിന്ന് തൊണ്ട പൊട്ടി മരിച്ചാലേ നിങ്ങളുടെ ചെവി കയറുള്ളൂ എന്ന് വെച്ചാ കഷ്ടം തന്നെ. ഞാൻ മാർക്കറ്റിൽ പോയി ഇറങ്ങിയായിരുന്നു. എന്താ കാര്യമെന്ന് പറ പ്രസാദ്. ഇത് പിടിക്കേ. വണ്ടി കയറി. എന്നിട്ട് എങ്ങോട്ടാ? നരകത്തിലോട്ട്. അഡ്രസ് റോഡ് മാപ്പ് തന്നാലേ നിങ്ങൾ വണ്ടി കയറത്തോളുന്നുണ്ടോ? കേറങ്ങോട്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ ഈശ്വര, കഥ മാറുകയാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.